അപ്പോ ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു കാര്യത്തിലേക്ക്, ആ ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. വേറെ ഒന്നുമല്ല, അതിനുശേഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ അടുത്ത് നിന്ന് ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കാനായിട്ട് എല്ലാവരും നറുക്കെടുത്ത് അവരവർ ഓരോ ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തു. ഇന്ന് ഈ ദിവസമാണ് ആരാണ് ഫ്രണ്ട്സ് എന്നുള്ളത് അവർ റിവീൽ ചെയ്യുന്നതും ഗിഫ്റ്റുകൾ ഈ വേദിയിൽ വെച്ചിട്ട് അവര് കൈമാറാൻ പോവാണ്. ശ്വേതാജി ഉണ്ട്, ഞാനും ഒക്കെ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇന്നാണ് അത് റിവീൽ ചെയ്യാൻ പോകുന്നത്. സമ്മാനങ്ങളൊക്കെ മേടിച്ചല്ലോ, നല്ല നല്ല സമ്മാനങ്ങളായിരിക്കുമല്ലോ. യെസ്, എല്ലാം മേടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, ആദ്യം ഷീന ചേച്ചീനെ ഞാൻ വിളിക്കുകയാണ്. ഷീന ചേച്ചിയുടെ ഫ്രണ്ട് ആരാണെന്നും സമ്മാനം ഏതാണെന്നൊക്കെ അറിയണം. ഷീന ചേച്ചിക്ക് കിട്ടിയ, ഇവിടുന്ന് കിട്ടിയ ആ ഒരു സുഹൃത്ത്, ക്രിസ്മസ് ഫ്രണ്ട് ആരാന്നുള്ളത് പറയണ്ട. അവരുടെ എന്തെങ്കിലും മാനറിസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണിച്ചതാ, ഞങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം. കിട്ടി 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 കിട്ടി. ഒരു ഡൗട്ടുമില്ല, നമ്മുടെ ഇവിടുത്തെ ടോം ബോയ് നിവേദിത. സമ്മാനം നല്ല റെഡ് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് സമ്മാനം റെഡി ആയിട്ടുണ്ട്. 2 സമ്മാനം ഉണ്ടോ? 2 എണ്ണമൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ശരി, അപ്പൊ എന്തായാലും ഇപ്പൊ സമ്മാനം കൈമാറുന്നു. അത് ഇവിടെ വെച്ചിട്ട് തന്നെ അൺപാക്ക് ചെയ്യുന്നു. കൊടുത്തോളൂ. താജ്മഹൽ. ആനി ചേച്ചിക്ക് കഥ പറഞ്ഞു കൊടുക്കും. അത് ഞാന് ഇവിടെ ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷാജഹാനും മുംതാസുമായിട്ടാണ് ചെയ്തത്, ഞാനും മോളും. അപ്പൊ അതിന്റെ ലാസ്റ്റില് ഒരു താജ്മഹൽ കയ്യിൽ പിടിക്കണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് കിട്ടിയത് ചാർമിനാറായി പോയി. ശ്വേതാജി നല്ല ചീത്തയും പറഞ്ഞു. അപ്പൊ ഷീന ചേച്ചിയുടെ ബോധവും പോയി. അപ്പൊ ഇനി ഷീന ചേച്ചി പോയിരുന്നോളൂ. ഇനി ലിഷ ചേച്ചിക്ക് കിട്ടിയ ഇതാരാണെന്ന് നോക്കാം. അപ്പൊ ഇനി ലിഷ ചേച്ചിക്ക് കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ട് ആരാണെന്നുള്ളത് ഇവിടെ അഭിനയിച്ച് കാണിക്കാൻ പോവാണ്. ഓക്കെ, ഓസ്ട്രേലിയയിൽ നിന്ന് വിമാനം പിടിച്ച് വന്നൊരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ വിദ്യ. സോ വിദ്യയാണ് ലിഷ ചേച്ചി കിട്ടിയിരിക്കുന്നത്. വരൂ 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 വരൂ. യെസ്, അപ്പൊ ഇനി സമ്മാനം എടുത്തോളൂ. ലിഷ് ചേച്ചി പറയൂ, ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പിന്നിലുള്ള കാര്യം. ആക്ച്വലി ഹാൻഡ് മെയ്ഡ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയതാണ്. ശരി, ഒരു ചെറിയ ജ്വല്ലറി ആണ്. സൂപ്പർ. അപ്പൊ അവൾ ഇങ്ങനെ കുറെ ഉണ്ടാക്കുന്നുണ്ട്. നെയ്ബർ ആണ്. അടിപൊളി അടിപൊളി അടിപൊളി. ഒരുപാട് സന്തോഷം. സാധാരണ എനിക്ക് ഇതുപോലെ മാലയും കമ്മലൊക്കെ മേടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അധികം അങ്ങനെ ഇടാറില്ല. ഇത് മോളുടെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, ഒരുപാട് ഇഷ്ടമായി. അപ്പൊ ലിഷ ചേച്ചിയുടെ സെലക്ഷൻ പൊളിച്ചു അല്ലേ? യെസ്, അപ്പൊ ഇനി ചേച്ചി പോയിരുന്നോളൂ. ഇനി വിദ്യക്ക് കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ട് ആരാണ് എന്നാണ് അഭിനയിക്കേണ്ടത്. ഓക്കെ, യെസ്. കുറച്ചുകൂടി മുമ്പിൽ വരൂ. ഞാൻ പറയട്ടെ. യെസ്, സ്വാസിക്കോ. ഞാനാണല്ലേ? യെസ്, ഓക്കെ. എവിടെ തന്നോളൂ. മൈ ഗിഫ്റ്റ്, വേഴ്സ് മൈ ഗിഫ്റ്റ് ഫ്രം മെൽബോൺ. ഹാപ്പി ക്രിസ്മസ്, താങ്ക് യു സോ മച്ച്. ഇതെന്താണ്? ബീറാ? ആഘോഷല്ലേ, നമുക്ക് അടിക്കാം ഒരുമിച്ച്. ഓ, മറ്റേ ഇങ്ങനെ പിടിക്കണം അല്ലേ? ചിയേഴ്സ്. ഓ, അത് ശരി. അപ്പൊ ഇത് ഞാൻ ഷോക്കേസിൽ വെക്കണം അല്ലേ? അല്ലേ? കുടിക്കുമ്പോ ഇതിന്റെ അപ്പുറത്തൂടെ വെച്ചാലും മതി. ശരി ശരി ശരി. അപ്പൊ എനിക്ക് എന്താ പറയാ, ക്രിസ്മസ് ആയിട്ട് ഭയങ്കര എന്റെ സ്വഭാവത്തിന് പറ്റിയൊരു ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി സ്വാസു, എന്റെ ആളുടെ ഒരു ഡയലോഗ് ഞാൻ പറയാം. ശ്വേതാജി, എന്ത് ചോദിച്ചാലും എന്റെ മുത്തപ്പ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. റിയാക്ഷൻ അവിടെ വന്നു. എന്റെ മുത്തപ്പ ഞാൻ ഇങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് എല്ലാം ഇത്ര മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായത്. അങ്ങനെയാണ് എനിക്ക് ഡാൻസ്. ഞാനൊരു നാടനായിരുന്നു, ഞാനിപ്പോ ഉടുപ്പിടാൻ തുടങ്ങി. എന്റെ മുത്തപ്പ. സന്ധ്യ, സത്യമായിട്ട് ഇപ്പൊ എനിക്ക് പറയുന്നത് എന്റെ മുത്തപ്പ, എനിക്ക് ഞാൻ ഷോക്കായി. സ്വാസിക്ക് എന്റെ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് സന്തോഷം, വളരെ സന്തോഷം. യെസ്, അപ്പോ എന്റെ ഈ ക്രിസ്മസിലെ എന്റെ സുഹൃത്താണ് സന്ധ്യയും വൈകയും.
അപ്പൊ ഞാനൊരു എനിക്ക് അറിയാലോ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഒത്തിരി ലേറ്റ് ആയിട്ടല്ലേ പോയത് ശ്വേതാജി. ആ സമയത്ത് എനിക്ക് കടകളൊന്നും കുത്തി തുറന്ന് ഒരു സാധനം മേടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോ എന്റെ മനസ്സിലൊരു സാധനം തോന്നി. അത് രാവിലെ ഞാൻ പോയി ഇങ്ങനെ ഓടിപ്പടിച്ച് മേടിച്ചോണ്ട് ഒരു കുഞ്ഞു സാധനമാണ്. പക്ഷെ ക്രിസ്മസ് ആയതുകൊണ്ട് ഈ സാധനത്തിന് ഒരു വാല്യൂ ഉണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇതൊരു ക്രിസ്മസ് കേക്കാണ്, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇവർ രണ്ടുപേരുടെയും ക്രിസ്മസ് ഫ്രണ്ട് ആരാണെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അങ്ങനെ തന്നെയാണ് ആ ആള് വീണത്. ഈ മനോഹരമായ പൂക്കൾ കാണുമ്പോൾ സന്ധ്യയുടെ വൈഗയുടെ മനോഹരമായ മുഖം എന്നും ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി അടിപൊളി. ഇനി ദിവ്യശ്രീയുടെ ഫ്രണ്ട് ആരാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ആക്ച്വലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടു പേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടിയോള് ശരിക്കും കാണേണ്ട ഒരു സാധനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ. ഞാൻ ഇത്ര മലയാളം സംസാരിച്ചു ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടിയോളെ നല്ലൊരു കൈയടി ശ്വേതാജി. നല്ല വൈറ്റ് ഒരു ആനക്കുട്ടി. നമ്മൾ എപ്പോഴും ആനക്കുട്ടി കണ്ടിരിക്കുന്ന കളർ അല്ല, ഇത് നല്ല വൈറ്റ് എലിഫന്റ്. Wow. Thank you all.